ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വഹിയുമായി റസൂലുള്ളാഹിന്റെ അടുത്ത് കടന്നവരാണ്. വരുന്ന സമയത്ത് എപ്പോഴും വരുന്ന ആ ഒരു അവസ്ഥയിലല്ല സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകമായ ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ജിബ്രീലിന്റെ കടന്നവരും. റസൂലുള്ളാഹിക്ക് വഹിയുമായി വരുന്ന മഹാന്മാർ പറഞ്ഞു, 3 രൂപത്തിലുള്ള വഹിയുണ്ടെന്ന്. വഹി 3 രൂപത്തിലുള്ള. ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കാര്യം അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം നബി തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന രൂപത്തിലുള്ള വഴിയാണ്. പരിശുദ്ധമായ ഖുർആൻ അതൊക്കെയും അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഓതി കൊടുത്താൽ അത് എല്ലാവർക്കും ഓതിക്കൊടുക്കണം എന്ന രൂപത്തിലുള്ള വഴിയാണ്. രണ്ടാമത്തെ ഒരു വഴിയുണ്ട്, അത് നബി തങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന്. റസൂലുള്ളാഹിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉമ്മത്തീങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ആ രൂപത്തിലുള്ള ഒരു വഴിയാണ്. മൂന്നാമത്തെ ഒരു വഴിയുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം, പിന്നെ അത് ഉമ്മത്തീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വിഷയമാണ്. ആ രൂപത്തിൽ 3 രൂപത്തിലുള്ള വഹി ഉണ്ട് എന്ന് മഹാന്മാരായ മുഹദ്ദിദീങ്ങൾ പറഞ്ഞത് കാണാം. ഏതാവട്ടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ അടുത്ത് ഒരു വഹിയുമായിട്ടാണ്. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീലെ, ഇന്നത്തെ ഈ വരവിന് പ്രത്യേകമായൊരു മാറ്റം ഉണ്ടല്ലോ, എന്താ? അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇന്ന് ഞാൻ വന്നത് നരകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയാനാണ് നബിയെ. അപ്പൊ ഹബീബായ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീൽ, എന്താ നരകത്തിന്റെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു, നബിയെ, നരകത്തിന് 7 വാതിലുകളുണ്ട് നബി. ആ 7 വാതിലുകളിൽ ഓരോ തെറ്റ് ചെയ്ത ഓരോ വിഭാഗങ്ങൾ കടക്കുന്ന വാതിലുകളാണ്. അപ്പോ അതിൽ ഓരോരുത്തരും കടക്കുന്ന വിഭാഗത്തിനെ കുറിച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 6 വിഭാഗം പറഞ്ഞു. 7ാമത്തെ വാതിലിലൂടെ കടക്കുന്ന ആളുകൾ ആരാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും പറഞ്ഞില്ല. റസൂൽ ചോദിച്ചു, അല്ല ജിബ്രീലെ, 7ാമത്തെ വാതിലിലൂടെ നരകപ്രവേശനം നടത്തുന്ന ആളുകൾ ആരാണ്? അപ്പോ റസൂലുള്ളാഹി ഞങ്ങളെ നിർബന്ധിപ്പിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അഹ്ലുൽ കബായിരി മിൻ ഉമ്മതിക അല്ലദീന മാതു വലം യതൂബു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, 7ാമത്തെ വാതിലിലൂടെ കടന്നു നീങ്ങുന്ന ആളുകൾ മിൻ അഹ്ലുൽ കബായിരി മിൻ ഉമ്മതിക, നിങ്ങളുടെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഒരുപാട് വൻദോഷങ്ങൾ ചെയ്ത ആളുകളാണ് നബിയെ. എന്നിട്ട് പറഞ്ഞു, അല്ലദീന മാതു വലം യതൂബു, അവർ തെറ്റ് ചെയ്ത നബിയെ, തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് 7ാമത്തെ വാതിലിലൂടെ കടക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറഞ്ഞപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാം, ഫഖറ മഗ്ശിയൻ അലൈഹി, ഹബീബായ തങ്ങൾ ബോധം കെട്ട് വീണു എന്നാണ്. ഉമ്മത്തീങ്ങളുടെ കാര്യം പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധം കെട്ട് വീണു എന്നാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ആയാത്ത കാലത്ത്
എത്രയോ പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെയോ ഇവിടെ ഗ്രഹണ നിശ്ചയിച്ചു. മാഷാ അല്ലാഹ് 2 സഫ് ആളുകൾ നല്ല 10:30 മണി സമയത്ത് അതിനിങ്ങനെ കാത്ത് നിന്നിട്ട് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനോടുള്ള ഒരു ശുക്രിന്റെ ഒരു വാക്കാണ്. ഹബീബായ തങ്ങളുടെ ഒരു സുന്നത്തിനെ ഹയാത്താക്കലും കൂടിയാണ് അല്ലെ. അപ്പോ പറഞ്ഞു ഒരു ദിവസം ഗ്രഹണമുണ്ടായപ്പോ മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമായിരുന്നു ഗ്രഹണം ഉണ്ടായിരുന്നത്. ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോനാണ്. മരിച്ച ദിവസമാണ് ഗ്രഹണം ഉണ്ടായത്. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞതാണ് ഇബ്രാഹിമിന്റെ മരണത്തിന് വേണ്ടിയിട്ടാണ് ഗ്രഹണം ഉണ്ടായത്. അപ്പൊ അന്നത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചതാണ്. സ്വഹാബ ഒരാളുടെ മരണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചതിന് വേണ്ടിയിട്ടോ ഒരിക്കലും ഗ്രഹണം ഉണ്ടാവൂല. ഗ്രഹണം അത് മിൻ ഖുദ്റത്തില്ലാഹ് വമിൻ അജായിബില്ലാഹ്, അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു ഖുദ്റത്താണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അത്ഭുതമാണ്. അതല്ലാതെ എന്റെ മോനെ മരിച്ചതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ മോനെ മരിച്ചതിന് വേണ്ടിയിട്ട് ഗ്രഹണം ഉണ്ടാവൂല എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പ്രസംഗിച്ചത് ഇവിടെ പറയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ, അബ്ദുള്ള എന്നൊരു കുഞ്ഞുമോൻ, അതുപോലെ ഖാസിം എന്ന കുഞ്ഞുമോൻ എല്ലാരും ചെറിയ പ്രായത്തിൽ മരിച്ചുപോയവരാണ്. എല്ലാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വന്തം കൈകൊണ്ട് സ്വന്തം പിതാവ് ആ മക്കളെ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന അവസ്ഥകൾ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്. എത്ര പ്രയാസപ്പെടുത്തുന്ന വിഷയമാണ്. പക്ഷെ അന്നൊന്നും റസൂലുള്ളാഹി തങ്ങൾ ബോധം കെട്ടു വീണിട്ടില്ല. ആ സമയത്തൊന്നും റസൂലുള്ളാഹി തങ്ങൾക്ക് ബോധക്ഷയം എന്നത് ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞിരുന്നു. ഉഹദ് യുദ്ധത്തിൽ വെച്ച് മഹാനായ സയ്യിദുന ഹംസത്തുൽ കർറാം റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ശഹീദായ രംഗങ്ങളൊക്കെ പറയുന്നു. തുണ്ടമായിട്ട് കഷ്ണങ്ങളായി ഹംസ റളിയല്ലാഹുവിന്റെ ശരീരത്തിനെ ശത്രുക്കൾ വേർപെടുത്തിയതാണ്. അവിടുത്തെ കരട് വലിച്ചെടുത്ത് പച്ചയായിട്ട് അതിനെ വായിയിട്ട് ചവക്കിയിട്ട് തുപ്പിയിട്ടുണ്ട് അന്ന് ശത്രുക്കൾ. അപ്പോ ആ ഹംസയുടെ മയ്യത്തിന്റെ മുന്നിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ മക്കൾ കരയുമ്പോൾ സങ്കടത്തോടെ കരഞ്ഞിരുന്നതാണ്. പക്ഷെ അന്നും റസൂലുള്ളാഹി തങ്ങൾ ബോധം കെട്ടു വേണ്ടിയിട്ടില്ല. അങ്ങനെ എത്രയോ റസൂലുള്ളാഹി തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ സ്വഹാബത്തുൽ കിറാമിനെ ഒരുപാട് രൂപത്തിൽ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഹബീബായ തങ്ങൾ ബോധം കെട്ടിട്ടില്ല. പക്ഷേ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മത്തീങ്ങളാകുന്ന നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ, ഓ നബിയേ, നിങ്ങളുടെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട പാപം ചെയ്തിട്ട് തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ മരിച്ചുപോയ ആളുകളാണ് നരകത്തിന്റെ 7ാമത്തെ കവാടത്തിലൂടെ കടന്നു നീങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധം കെട്ടു വീണോന്നാണ്. അപ്പൊ ഉമ്മത്തീങ്ങളാകുന്ന നമുക്ക് ആ ഹബീബിനോട് എത്ര ഉണ്ടാകണം. റസൂലുള്ളാഹി തങ്ങൾ നമ്മെ ഓർത്തുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരവസ്ഥ അവിടുന്ന് കൊടുത്ത ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മത്തീങ്ങളാകുന്ന നമുക്ക് അങ്ങോട്ട് ചെയ്തു തീർക്കേണ്ട എത്ര കടപ്പാടുകളുണ്ട്, എത്ര സ്നേഹപ്പാടുകൾ അങ്ങോട്ട് നാം സമർപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഹബീബായ തങ്ങളുടെ ഉള്ളും പുറവും ഒരുപോലെ ശുദ്ധിയായതുപോലെ ഒരുപോലെ പ്രകാശപൂരിതമായ ഒരവസ്ഥ ഉണ്ടായതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഏകദേശമെങ്കിലും ഹബീബായ തങ്ങളെ ഓർത്ത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കേണ്ട ഒരു മാസത്തിലാണ് പരിശുദ്ധമായ ഈ മാസത്തിൽ നാം നിലകൊള്ളുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ലാഹിറും നമ്മുടെ ബാത്തിനും
റബ്ബേ ഒരുപോലെ നിന്നെ അനുസരിക്കുന്ന, നിനക്ക് തഖ്വ ചെയ്യുന്ന, നിന്നെ പേടിച്ച് ജീവിക്കുന്നവരും ഒരു ചുറ്റുപാട് നീ ഉണ്ടാക്കി തരണേ റഹ്മാനെ. അതിന് യാ അല്ലാഹ് നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, നാം ചെയ്യുന്ന ഇബാദത്തുകൾ, നാം ഓതുന്ന ഖുർആനത്തുകൾ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പടച്ചവനെ നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കാനും കാരണമാകുന്ന പ്രവർത്തനങ്ങളാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ മുറാദുകൾ പറഞ്ഞു വസിയ്യത്ത് ചെയ്തവരാണ്. ഇതിൽ ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ രൂപത്തിലും പരിപൂർണമായ കാമിലായ ആജിലായ ശിഫാ കൊണ്ട് എല്ലാ രോഗികളെയും, അതുപോലെ നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് ദായിമാക്കണേ അല്ലാഹ്. പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. സങ്കടങ്ങൾ തീർത്തു തരണേ അല്ലാഹ്. പെട്ടെന്ന് നമ്മുടെ നേരെ കടന്നു വരുന്ന സർവ്വ ആഫാത്തുകളും മുസീബാത്തുകളും നാം ചെല്ലുന്ന സ്വലാത്ത് കൊണ്ട്, നാം കൊടുക്കുന്ന സ്വതക്ക കൊണ്ട്, ഹദിയ കൊണ്ട് നമ്മിൽ നിന്ന് നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്നിട്ട് നീ കാക്കണേ റഹ്മാനെ. ഓരോ ദിവസങ്ങളും ഗൾഫിലേക്ക് യാത്ര പോകുന്നവർ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര വരുന്നവർ, നാട്ടിന്റെ പല ഭാഗങ്ങളിലേക്ക് വാഹനങ്ങളിൽ മറ്റും യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളും അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന പലരും എല്ലാ മേഖലകളിലും ഓരോ സെക്കൻഡുകൾ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ചെറുതും വലുതുമായ സർവ്വവിധ അപകടങ്ങളിൽ നിന്നിൽ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ പള്ളിക്കാട്ടിലാണ്, പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ അവർ ഖബറിലാണ്. പടച്ചവനെ, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീനമാ ശദ്ദുൽ മഹാമിൽ വതനാദു ലിറഹീലി ജിഅ്തു ദമ്മു സായിൽ യാ റസൂലല്ലാഹ് قلت قفلي يا دليل يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم